എന്തമ്മ നീ എന്തിട്ടോടെ ചെയ്യണേ? ഞാൻ അടുക്കള വൃത്തിയാക്കി ഇടുന്നുണ്ട്. അതെ, ഇപ്പൊ നീ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. വൈകുന്നേരം പാത്രം കഴുകുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കുക. എന്നിട്ട് അത് നമുക്ക് കഴുകി കമുത്തി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ പോയി ചായയിൽ വയ്ക്കുക. ആ ചായപാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് അവിടെ വയ്ക്കുക. നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചാൽ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രം കാണാം. അതൊരു ഐശ്വര്യമാണ് അടുക്കളയ്ക്ക്. അയ്യോ, എന്റെ മോളെ നിങ്ങളൊന്നുമില്ല. കഴിഞ്ഞതിന് മുന്നേ പറഞ്ഞു പേടിക്കണ്ടല്ലോ മോളെ. ഇങ്ങനെ അമ്മമാരികൾ കാലിപ്പിനൊന്നും ഇരിക്കാൻ പാടില്ല. അതിൽ വല്ല പടലയോ കയറോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കണ്ടേ? അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതൊക്കെ കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ അടയാളാണ്. നോക്ക് മോളെ, നീ വന്നേ നോക്ക്. ഈ ക്ലോക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല. ഈ ക്ലോക്ക് അങ്ങോട്ട് മാറ്റിയില്ല. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ ക്ലോക്ക് അങ്ങോട്ട് നടപാട്ടത്തിലേക്ക് മാറ്റി വെക്കാം. എടി മോളെ, നീ നമ്മുടെ ചൂട് കൊണ്ടാണ് അടിച്ചു കളഞ്ഞേ. പഴയ ചൂട് നിൽക്കും ഇവിടെ. അല്ലമ്മ, നല്ല ചൂടുള്ളപ്പോ പിന്നെ എന്തിനാ പഴയ ചൂട്? പഴയ ചൂട് കൊണ്ട് അടിച്ചാലാണ് ഭാഗ്യദേവത വല്ലതൊക്കെ നമുക്ക് തരുള്ളൂ. ഇടത്ത് കൈ കൊണ്ട് അടിച്ചു വരും. മറ്റേ കൈ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാ. നല്ല ചൂട് നശിപ്പിക്കാനായിട്ട് നമുക്ക്. എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിൽ യാതൊരു വക ഐശ്വര്യത്തോടും കൂടി ചെയ്തു വെച്ചിട്ടില്ല. എല്ലാം തെറ്റി ചെയ്താണ്. പിന്നെ എങ്ങനെ നേരി അങ്ങനെ പോവുക? അയ്യമ്മ, അമ്മയല്ല പറഞ്ഞ സന്ധ്യ നേരത്ത് അടിയുടെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. ഞാൻ പിന്നെ എങ്ങനെ അമ്മേനെ എടുക്കുക?